സൂര്യനായകനായ കറുപ്പ് സിനിമയിലെ വെറപ്പ താണ്ഡവം ഇന്റർവെൽ സോങ് സായബേങ്കർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, വാ. വോയിസും ആ ഒരു സ്ക്രീൻ മനസ്സിൽ വരുന്നു ആ സീന്. ആടിക്കിട്ടേ ഇരുപ്പേണ്ട. എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? അത് എപ്പോഴും പാടിക്കൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു. ആ ഒരു ഓ അടാ വടി അടക്കു ആളേത് ഭൂം പടാ, ഓ അത് ലിറിക്സും ആ ഒരു അൾട്രാ ഗൂസ്ബോൺസിന് വേണ്ടിയിട്ടുള്ള ലിറിക്സും അതിന് പറ്റിയ ബീറ്റും ഈ ഇൻട്രോയില്ല ആ ടൈമിൽ ആ ഒരു പീക്ക് ഇൻട്രോ അല്ലായിരുന്നു. സൂര്യയുടെ കുറെ കാലത്തിന് ശേഷമുള്ള ഒരു കൊമേഴ്ഷ്യൽ പീക്ക് ഇൻട്രോ അല്ലായിരുന്നു ഈ ഇൻട്രോയിൽ. അതിന് ഏറ്റവും മെയിൻ പങ്ക് വഹിച്ചത് സായുടെ മ്യൂസിക് തന്നെയാണ്. അമ്മാര് ബീജിയമായിരുന്നു ആ സമയത്ത്. ആ ഒരു ആക്ഷൻ നടക്കുമ്പോ ആ ഒരു സ്ഥലത്ത് വെച്ച് ബീജിയം എടുത്ത് സായ എടുത്ത് കത്തിച്ചിട്ട് ആ മൊത്തം ഇൻട്രോയിൽ തൂക്കി അടിച്ച് സംശയമൊന്നുമില്ല. അതിന്റെ അറിവാണ് പാടി കൂടെ പാടിയത്. അറിയാം. സ്റ്റെൻഡ് ആണ് കേട്ടോ, സ്റ്റെൻഡ്. ഇതാ തുടക്കത്തിൽ മറ്റേ തറയില് മറ്റേ പേപ്പർ ഇട്ട അപ്പൊ എടുക്കുന്ന സീനാണ്. കത്തിരി കത്തിരി. ആ സീൻ എനിക്ക് ഓർമ്മ വരണ്ട. ഇങ്ങനെ പാടിയുണ്ട്. കാരണം ഇത് ആ സീൻ ഓർമ്മ വരണ്ട. ആ ഒരു തറയിൽ ആ ഒരു മറ്റേ വക്കീൽ പേപ്പർ സാധനം ഇടുമ്പോ ആരെടുക്കാണ്ടോ നോക്കുമ്പോ സൂര്യ വന്നെടുക്കുമ്പോ ആ ഒരു ആ ഒരു സാധനം കൂടെ വന്നിട്ട് അട്ടനൊക്കെ ടണലൊക്കെ ടണലൊക്കെ ടണ്ടലൊക്കെ അങ്ങനെ ഒരു ബീജം ഇട്ട് സായിയുടെ ഒരു കത്തിക്കലുണ്ട ആ സീന് സായി തൂക്കിയടിക്കും. അതോടെ സൂര്യയുടെ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു ഫൈറ്റും അപ്പൊ കാണിക്കുന്ന കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അത് ആഴിക്കും. മെയിൻ വെറുപ്പ മെയിൻ പടത്തിലെ മെയിൻ സാധനം. ഇതാണ് ഫസ്റ്റ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് റാപ്പ്. ഇറങ്ങി കത്തിച്ച് കേട്ടാ, കത്തിച്ച് മുടച്ച ഒരു ലിറിക്സും ഓ കത്തിച്ച് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഓ ഓ ഓ ഓ ഓ വെറപ്പ താണ്ഡവ ഇന്റർവെല്ല്. കറുപ്പിന്റെ ഇന്റർവെല്ല് ഒരു താണ്ഡവായിരുന്നടാ. ഞാൻ ഇപ്പോഴും പറയും, ഈ പടത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് സായബേങ്കർ. സായബേങ്കർ ഈ പടത്തിന് കൊടുത്ത ഒരു ഹൈപ്പ്, ഇമേജ്, ആ ഒരു പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് അൺഇമാജിനബിൾ ആണ്. കാരണം അമ്മാരി മ്യൂസിക് ഇട്ട് അത് കറക്റ്റ് ആപ്റ്റ് ആക്കുക. അതും ഇത് കറക്റ്റ് പേര് വിറപ്പ താണ്ഡവ ഇന്റർവെൽ. ആ ഇന്റർവെല്ലില് സൂര്യയുടെ താണ്ഡവായിരുന്നു, വിറപ്പയുടെ താണ്ഡവായിരുന്നു. അമ്മാതിരിയായിരുന്നു സൂര്യയുടെ പെർഫോമൻസ്.
അതിൻ്റെ ഇടയിൽ സായും കൊടുത്ത ഈ വിറപ്പ മ്യൂസിക്. ഞാൻ ഈ പടത്തിന്റെ ഫസ്റ്റ് ഓഡിയോ ആയിട്ട് റിലീസ് ചെയ്യുന്നത് ഇവർ ഇതാണ്, വിറപ്പ എന്നൊരു സാധനമാണ്. അന്ന് എല്ലാവരും ഇതെന്തോ വിറപ്പ ഒന്നും മനസ്സിലാവുന്നില്ല എങ്ങനെയൊക്കെ. ബട്ട് അത് വന്ന് കേട്ട് വന്നപ്പം എല്ലാവരും റീൽസിലും ഷോർട്സിലും എഡിറ്റ് ചെയ്യുമ്പോൾ വിറപ്പ തന്നെയാണ്, BGM ഇത് തന്നെയാണ്. അതിനുശേഷം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വേൾഡ് കപ്പിലായിരുന്നാലും ഒരു മാസ് എഡിറ്റ് ചെയ്യണമെങ്കിലും വിറപ്പ കറുപ്പ BGM കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കിട്ടില്ലനായിട്ട് തന്നെ ആ ഒരു പീക്ക് ഇന്റർവെൽ ആയിരുന്നു സൂര്യയുടെ. കുറെ കാലങ്ങളായിട്ട് സൂര്യയുടെ ഒരു പീക്ക് ഇന്റർവെൽ അല്ലെങ്കിൽ പീക്ക് തിയേറ്റർ മൊമെന്റ്സ് ഒക്കെ വന്നത് കറുപ്പ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഫാൻസുകാർക്ക് നല്ല എൻജോയ് ചെയ്യാൻ കിട്ടിയ ഒരു സിനിമയും കൂടെ ആയിരുന്നു കറുപ്പ്. കൊമേഴ്ഷ്യലി എന്റർടൈനർ ആയിട്ട് നല്ല രീതിക്ക് സക്സസ് ആയതും കറുപ്പ് തന്നെയായിരുന്നു. നല്ല ബോക്സ് ഓഫീസിൽ കളക്ഷൻ കിട്ടിയതും കറുപ്പ് തന്നെയായിരുന്നു. സൂര്യക്ക് നല്ലൊരു തിരിച്ചുവരവ് കിട്ടിയതും കറുപ്പ് തന്നെയായിരുന്നു. കാരണം ഈ സിനിമയിൽ അതിന്റെ മ്യൂസിക് വഹിച്ച പങ്കെന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ഓരോ മ്യൂസിക്കും ഒന്നിനൊന്ന് മെച്ചം, ഓരോ പാട്ടും ഒന്നിനൊന്ന് മെച്ചം. അമ്മ ലെവലിലാണ് സായി പണി വെച്ചിട്ടുള്ളത്. കിട്ടില്ലനായിട്ട് മെയിൻ വിറപ്പാണ് കേട്ടോ. ആ വിറപ്പാടെ ഓരോ വേഷനും കറക്കിയും ചുറ്റിയൊക്കെ ആട്ടിച്ച് തൂഫാനാക്കി വിട്ടിട്ടുണ്ട്. ഈ സീന് നിങ്ങൾ തിയേറ്റർ കറുപ്പിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവെൽ എങ്ങനെയാണ് തോന്നിയെന്നും കൂടെ മറക്കാവുന്ന കമന്റ് ചെയ്തേക്ക്. ഇപ്പോഴും ആ സീൻ ഓർമ്മയിരിക്കണ്ട ആ ഒരു BGM കേൾക്കുമ്പോ.